ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞോളും പ്രസവിച്ചു. ഡിസംബർ 7-ാം തീയതിക്കാണ് 9 മാസം തികഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞോൾക്ക് ഡിസംബർ 8-ാം തീയതിയാണ് പ്രസവിച്ചത്. അപ്പോൾ ചക്കരയ്ക്ക് പിന്നാലെ നമ്മുടെ കുഞ്ഞോളും പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അപ്പോൾ കുറേ ടെൻഷനുകളൊക്കെ ഉണ്ടായി നമ്മുടെ കുഞ്ഞോളുടെ പ്രസവത്തിൽ. കുഞ്ഞോള് ചക്കരയുടെ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുക എന്നൊക്കെ ഞാനും വിചാരിച്ചു. കാരണം അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ തീരെ പാലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 8-ാം തീയതി രാവിലെ തൊട്ടന്നെ ചെറിയൊരു വിഷമം പോലെ തോന്നി. എന്നാലും പ്രസവിക്കും, നല്ല പോലെ മായൊക്കെ പോണ പശുവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിച്ചു. വൈകിട്ടായിട്ട് അവൾക്ക് നല്ല പോലെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, പക്ഷേ പ്രസവം നടക്കണില്ല. അപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു പ്രസവിക്കും, 300 വടം വന്ന് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ പ്രസവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ സമയം നീങ്ങും തോറും എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഒരു 7 മണിയായപ്പോൾ 300 വടം വന്ന് പൊട്ടിപ്പോയി. എന്നിട്ടും പ്രസവം നടക്കണില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുത്തിവെക്കാനൊക്കെ വരാറുള്ള ഒരു LI സാറുണ്ട്, ബിജു സാറുണ്ട്. ബിജു സാറിനെ ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു പേടിക്കണ്ട, നേരം വൈകാണ്, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുറുക്കഞ്ചേരി വെറ്റിനറി സർജനായിട്ടുള്ള ഡോക്ടർ മണ്ണുത്തിയിലാണ് താമസിക്കുന്നത്. ആളൊരു ലേഡി ഡോക്ടറും കൂടിയാണ്. അപ്പോൾ ആൾ വിളിച്ചാൽ ബുദ്ധിമുട്ടാണ് വരാനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിജു സാറിനെ വിളിച്ചു. അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞിട്ടും അപ്പോൾ 300 വടം പൊട്ടി അരമണിക്കൂറിനുള്ളിൽ പ്രസവിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അത് നടക്കാണ്ടായപ്പോൾ ഞാൻ സാറൊന്ന് വേഗം വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സാറ് വന്നു. അപ്പോൾ കൈ ഇട്ട് നോക്കിയപ്പോൾ പറഞ്ഞു കൈ വന്നിട്ടുണ്ട്, പക്ഷെ തല കാണാനില്ല, നമുക്ക് കയറ് കെട്ടി വലിച്ചു നോക്കാമെന്ന് പറഞ്ഞു. കയറ് കെട്ടി എത്ര വലിച്ചിട്ടും കുട്ടി വരുന്നില്ല. ഇവളാണെങ്കിൽ വലിയ പശുവാണല്ലോ, അതിൻ്റെ ഗർഭപാത്രമൊക്കെ വല്ലാണ്ട് അടിയിലേക്കൊക്കെ ഇറങ്ങിക്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര നോക്കിയിട്ടും തല കിട്ടണില്ല. അപ്പോൾ ഒരു സഹായത്തിനായിട്ട് ഞാൻ അമലിനെ കൂടെ വിളിച്ചു. അപ്പോൾ അമൽ പറഞ്ഞു കാലല്ല വരുന്നത്, കൈ തന്നെയാണ് വരുന്നത്, പക്ഷേ എന്തുകൊണ്ടോ തല കിട്ടണില്ല, അമലിനും പറ്റണില്ല. അങ്ങനെ ആകെ ടെൻഷനിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമത്തിലിരിക്കുമ്പോൾ രാജി ഡോക്ടറെ എന്നെ വേഗം വിളിച്ചു. രാജി ഡോക്ടർ കുറേ പേരൊക്കെ അറേഞ്ച് ചെയ്ത് തരാനൊക്കെ നോക്കി, പക്ഷേ അത് നടന്നില്ല. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞോളുടെ 2ാമത്തെ പ്രസവത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കുട്ടി ചാവൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നൈറ്റ് വെറ്റ് സർവീസുള്ള നിതിൻ സാറ് മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരു വെറ്റ് നേഴ്സ്, കൊക്കാലയിൽ വെറ്റ് നേഴ്സായിട്ടുള്ള ആ കുട്ടിയും കൂടി അന്നേ വരാമെന്ന് പറഞ്ഞാൽ എപ്പോഴേലൊക്കെ അത്യാവശ്യമാണ് ചേച്ചി വിളിച്ചോളോ, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടീനെ ഫോൺ വിളിച്ച ആ കുട്ടി ഒളരിയിലായിരുന്നു. ആ പയ്യൻ വേഗം തന്നെ ഒളരിയിൽ നിന്ന് വന്ന് അവൻ കൈയിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ സഹിവാൾ ക്രൂസും ഭയങ്കര വലിയ പശുവാണല്ലോ നമ്മുടെ കുഞ്ഞോള്. അപ്പോൾ അവൻ്റെ കൈ ഫുള്ള് കടന്നിട്ട് പോലും അതിൻ്റെ തല കെട്ടില്ല. അങ്ങനെ തല ശരിയാക്കി വെച്ച് വേഗം കെട്ടി വലിച്ച് കുഞ്ഞിനെടുത്തു. അപ്പോൾ കെട്ടി വലിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ്റെ കയ്യിന് ചെറിയൊരു വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ടാണ്, കുറച്ചുണ്ട് ഇപ്പോഴും, എന്നാലും കുറേയൊക്കെ ഭേദമായി. അങ്ങനെ കെട്ടി വലിച്ച് കുഞ്ഞിനൊക്കെ എടുത്തു. പക്ഷേ അപ്പോഴും 2ാം കുട്ടി വീഴുമെന്നുള്ളൊരു ഡൗട്ടായി. ഇങ്ങനെ വലിച്ചെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ 2ാം കുട്ടി വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു 3 മണിക്കൂറിന് ശേഷം ഒരു 7:30 കഴിഞ്ഞ് പിന്നെ ഒരു 10-10 ആകുമ്പോഴേക്കും 2ാം കുഞ്ഞും വീണു. 2ാം കുട്ടിയൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു സമാധാനമായി, എന്തായാലും അത് ഫുള്ളായിട്ട് പോന്നിട്ടൊക്കെ ഉണ്ട്, മറുപിള്ളയും ശരിയായിട്ട് പോന്നല്ലോ, അപ്പോൾ നമുക്കൊരു സമാധാനമായിട്ടൊക്കെ ഇരിക്കണ സമയത്താണ് വീണ്ടും പശു കിടന്ന് മുക്കാൻ തുടങ്ങി. അയ്യോ, അത് ഭയങ്കര ടെൻഷനായി. ഇനിയും എന്താണാവോ, നമുക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പശു വളർത്തൽ തുടങ്ങിയ പിന്നെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അവൾ മുക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഗർഭപാത്രമാണ് തള്ളി വരാൻ തുടങ്ങണത്. ഇനിയിപ്പോൾ ഗർഭപാത്രം മുഴുവൻ വരൂ, ഭയങ്കര ടെൻഷൻ. അങ്ങനെ വേഗം ഞാൻ ഈ കുട്ടീനെ വിളിച്ചു, മണികണ്ഠനെ വിളിച്ചപ്പോൾ മണികണ്ഠൻ പറഞ്ഞത് സാരില്ല, കുറച്ച് നേരത്തേക്ക് അവളെ എണീപ്പിച്ച് നിർത്താൻ പറ്റും എന്ന് വെച്ചാൽ നിർത്തുക, അതുപോലെ ഉയരത്തിൽ കിടത്താം. ഉയരത്തിലൊക്കെ വൈകിട്ട് 12 മണി 1 മണി നേരത്തെ എവിടെ കൊണ്ടുപോയി കെട്ടാനാ, അപ്പം തന്നെ കാലത്തോട്ട് ബുദ്ധിമുട്ട്, പശുവിനെ എണീപ്പിച്ച് നിർത്താനും ബുദ്ധിമുട്ട്. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കണം. അപ്പം നൈറ്റ് വെറ്റ് സർവീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആംബുലൻസ് സർവീസൊന്നും നിങ്ങളുടെ അവിടേക്ക് ഇല്ല, നിങ്ങൾ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരണേനെ പതുക്കെ തള്ളി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമവും ടെൻഷനും
സഹിക്കവും. മനുഷ്യന്മാർക്ക് അസുഖം വരുന്നേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് മൃഗങ്ങൾക്ക് വരുമ്പോൾ. അവർ പറയാൻ കൂടി അവർക്ക് പറ്റില്ലല്ലോ. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാനും നമുക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ തരാനും നമ്മളെ നേരിട്ട് വന്ന് സഹായിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്ക് ആ സഹായങ്ങളൊക്കെ കിട്ടിയിട്ട് മണികണ്ഠൻ വന്നു, അതുപോലെ അമല് വന്നു, ബിജു സാറ് വന്നു, രാജി ഡോക്ടർ വേണ്ടത്ര ഉപദേശം തന്നു, നൈറ്റ് വെറ്റ് സർവീസിൽ നിന്നുള്ള ആ സാറ് ചെയ്തു. പിന്നെ ഇതിൻ്റെ പിന്നിൽ എൻ്റെ കുറച്ച് അലസതയും കൂടിയും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന് മുൻപുണ്ടായ പ്രസവങ്ങളിൽ ബുദ്ധിമുട്ട് വന്നതിൽ പിന്നെ ഞാൻ ഹോമിയോ മരുന്ന് സുഖപ്രസവത്തിനുള്ളത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ വീട് കുറച്ച് അകലെയാണ്. അപ്പോൾ നമ്മൾ ഇത്ര വേഗം അവൾ പ്രസവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സുഖപ്രസവത്തിൻ്റെ മരുന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ വന്നത്, ഞാൻ ഇത്രയും അധികം അവളും ഞങ്ങളൊക്കെ ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നത് കൊണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റുകൊണ്ട് അവൾക്ക് എത്രയോ ബുദ്ധിമുട്ടുണ്ടായി, ഞങ്ങൾക്കും അത് എത്രയോ സങ്കടം ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ്. സാറിൻ്റെ വീട്ടിലേക്ക് നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവൾക്ക് അന്ന് വൈകിട്ട് തന്നെ വിഷമം ഉണ്ടായത്. ചക്കരയ്ക്ക് മേടിച്ചു കൊണ്ടുവന്ന മരുന്ന് 11 ദിവസമായതുകൊണ്ട് അത് കൊടുത്തു. അല്ലെങ്കിൽ 2 ദിവസം അത് കൊടുക്കുമ്പോൾ തന്നെ പ്രസവിക്കാറുണ്ട്. പക്ഷേ ചക്കര ഒരുപാട് വൈകി തന്നെ ആ മരുന്ന് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയത് വാങ്ങാൻ പോവാനായിട്ട് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞോൾ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ആൺകുട്ടിയാണ്, നന്നായി പാലൊക്കെ കുടിക്കുന്നുണ്ടവൻ. അപ്പോൾ നമുക്കിപ്പോൾ പാലൊക്കെ കറന്നിട്ട് അവളെ പ്രസവിച്ച് കുട്ടി വലിയ കുട്ടിയാണ്, നല്ല വലിപ്പമുള്ള കുഞ്ഞാണ്. നമ്മുടെ ചക്കരയുടെ മോനൊക്കെ ഒരു കുഞ്ഞനാണ്. ഇവ നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഒരുവിധം പാലൊക്കെ അവൻ തന്നെ കുടിച്ച് വറ്റിക്കുന്നുണ്ട്. അല്ലാത്തതൊക്കെ കറക്കും. പിന്നെ കുഞ്ഞോളെ ഞാൻ കറക്കാറില്ല എന്ന് പറയാറുണ്ട്. എപ്പോഴും കുഞ്ഞോളെ കറക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. കാരണം കുഞ്ഞോൾക്ക് നല്ല നീളമുള്ള കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പേടിയാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പശു ആയതുകൊണ്ട്. പിന്നെ അതിൽ അവളെ കാലൊന്ന് കിട്ടും. അവൾ സജീവേട്ടൻ ഒരു ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അമലാണ് വന്ന് കറന്നപ്പോൾ അവനെ കണ്ടപ്പോൾ ചവിട്ടാൻ നോക്കിയപ്പോൾ നമ്മളൊന്ന് കാല് കെട്ടി തുടങ്ങി. ഇപ്പോൾ അത് അവൾക്കൊരു ശീലമായി. അവൾ കാല് കെട്ടാൻ കാണിച്ച് നിൽക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കറക്കണത്. ഇനിയിപ്പോൾ ഞാനും കറന്ന് നോക്കി തുടങ്ങണം. എപ്പോഴെങ്കിലും ചേട്ടനില്ലാത്ത സമയത്തൊക്കെ കറക്കണ്ടേ. അപ്പോൾ നല്ലൊരു സുന്ദരൻ ആൺകുട്ടിയാണ്. പെൺകുട്ടി ആയില്ല, നമുക്ക് ചക്കരയ്ക്കും ആൺകുട്ടിയാണ്, ഇതും ആൺകുട്ടിയാണ്. എന്തെങ്കിലും ആവട്ടെ, കുട്ടികളൊക്കെ എന്തോ ആയിക്കോട്ടെ. പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ ഫാമിൽ അസുഖങ്ങളെക്കാൾ കൂടുതൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ദേവൂട്ടി കൂടി പ്രസവിക്കാണ്ട് അതൊരു പെൺകുഞ്ഞാവുമെന്ന് വിചാരിക്കുന്നു. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും പ്രസവം ശരിയാവട്ടെ അല്ലേ. അപ്പോൾ 2 കുട്ടികളും കൂടി തമ്മിൽ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ കയറൊക്കെ കെട്ടി വലിച്ചിട്ട് അവൻ്റെ കാല് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ മുറിവെണ്ണയൊക്കെ പരട്ടി നല്ലോണം ഒഴിഞ്ഞു കൊടുത്ത് അതുപോലെ ഹോസ്പിറ്റലിൽ പോയി മാഡത്തിനോട് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു ഒരു വടി, ഒരു ചെറിയ നീളത്തിലുള്ള വടി അവൻ്റെ കാലുമ്മ വെച്ച് നല്ല കോട്ടൺ തുണി കൊണ്ട് 2 സ്ഥലത്തായിട്ട് അതിനെ കെട്ടി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഫുള്ളായിട്ട് കെട്ടി വെച്ച് കൊടുത്ത് അവൻ അത് ഊന്നി നടന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിങ്ങനെ അടിഭാഗം ഇങ്ങനെ മടങ്ങി പോവായിരുന്നു. അതങ്ങനെ കെട്ടി വെച്ച് കൊടുത്ത് അപ്പോൾ ഒരുവിധം നടക്കാൻ പറ്റാറായി. നമ്മുടെ ജാനിമോളുടെ പോലെ കാലിന് അസുഖമാവുമോ എന്നുള്ളൊരു ഭയങ്കര ഒരു പേടിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ട്. ഇപ്പോഴും ചെറിയൊരു ഉളുക്കലുണ്ട്. രണ്ടാളും കൂടി ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര സെറ്റാണ്. നമ്മുടെ ചക്കരയുടെ മോനൊരു നല്ല വികൃതി വിത്താണ്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇടിക്കാൻ വരലും നല്ല ഇഷ്ടത്തിലാണ്. ചക്കരേനൊക്കെ മുകളിൽ കയറ്റി കെട്ടിയിട്ടുണ്ട്. ചക്കര തീറ്റും കൂടിയൊക്കെ റെഡിയായി നല്ല ഇതായിട്ടുണ്ട്. പാലൊക്കെ കിട്ടി തുടങ്ങിയിട്ടാ. ചക്കരയ്ക്ക് ഒരു കാമ്പ് അവന് വിട്ടു കൊടുത്തിട്ട് ബാക്കി നമ്മൾ കറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാല് തീരില്ലാത്ത സമയമാണല്ലോ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 5 ലിറ്റർ പാല്, കാലത്ത് 9 ലിറ്റർ പാലൊക്കെ ആയിട്ടുണ്ട് ചക്കരയ്ക്ക്. നല്ല പാല് കിട്ടുന്ന എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന പല സബ്സ്ക്രൈബേഴ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചക്കരയ്ക്ക് നല്ല പാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞോളുടെയും കറവൊക്കെ ശരിയാണ്. കുഞ്ഞോൾക്കും പാലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം നമ്മൾ ഈ പ്രസവത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.